ഇന്നിപ്പോൾ ഒരു ചെറിയൊരു റിവ്യൂ തരാൻ വേണ്ടി വന്നാട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു കുട്ടി ചെയ്യണ ഒരു സംരംഭത്തിൻ്റെ സാധനമാണ്. ശ്രീനില എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുട്ടുപൊടിയൊക്കെയാണ്. പൗഡർ എല്ലാ തരം പൊടികളും ഉണ്ട് അവരുടെ അവിടെ. ഇത് പരിപ്പൊടി, പിന്നെ ഞാൻ മനസ്സ് ഗോതമ്പ് പൊടി, പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് കായപ്പൊടി വാങ്ങിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നത് നല്ല പൊടിയാണ്. അത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം നിർബന്ധമായിട്ടും. അത്ര നല്ല പൗഡറാണ്. നമുക്കത് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണം മനസ്സിലാവണത്. ഞാനിപ്പോൾ ഇത്ര ദിവസം പനിയായിട്ടിരിക്കണോണ്ട് ഞാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് റിവ്യൂ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി നോക്കൂ, നല്ല എന്താ പറയുക, ഇത് സ്റ്റീംഡ് പുട്ടുപൊടിയാണ്. നമുക്ക് നല്ല നല്ല നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ശരിക്കും വറവില്ലാണ്ട് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കുട്ടീനോട് പറയുകയും ചെയ്തു, എനിക്ക് അങ്ങനത്തെ പുട്ടുപൊടി ഇഷ്ടമില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടാട്ടോ എന്ന് പറഞ്ഞു. ആ കുട്ടി പറഞ്ഞു തിരിച്ചു കൊടുത്തയച്ചോളൂ ചേച്ചി, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു. പക്ഷേ ഞാൻ യൂസ് ചെയ്തു കേട്ടോ, നല്ലതാണ്, നല്ല പുട്ടുപൊടിയാണ്. നൈസ് അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല വറുത്തതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല വറവുള്ളതിനാണ് ആ പൊടിക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം പിന്നെ വീട്ടിൽ അവർ കൊണ്ടുവന്ന് തരും. 4 കിലോമീറ്റർ മറ്റേ ചുറ്റളവ്. അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം വേണ്ടവർക്ക്. പിന്നെ ഞാൻ മുളക് പൊടി വാങ്ങിച്ചിരുന്നു. മുളക് പൊടി കണ്ടോ, നല്ല നൈസ് പൊടിയാണ് കേട്ടോ. ഇത് കാശ്മീരി ചില്ലി ഉണ്ട്, കാശ്മീരി ചില്ലി പൗഡർ വേറെയാണ്, സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ ചിക്കനൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഞാൻ ഒന്നും പൊട്ടിക്കാനായിട്ട് എന്നെ കൂടെ പറ്റിയില്ല. കുട്ടി വിചാരിച്ചിട്ടുണ്ടോ ഇത്ര ദിവസമായിട്ട് തുറക്കാതെ ഇപ്പം എന്താണാവോ. ഗരം മസാല ഉണ്ട് കേട്ടോ, ഗരം മസാല ഉണ്ട്. പിന്നെ ഗോതമ്പ് പൊടി ഞാൻ സെപ്പറേറ്റ് 5 കിലോ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതാട്ടോ, ഇങ്ങനെയാണ്, 65 രൂപയാണ് കേട്ടോ, 1 കിലോ ഉണ്ട്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ചോളപ്പൊടി, കണ്ടിട്ടുണ്ടോ? ചോളപ്പൊടി ഉണ്ട്. ചോളപ്പൊടി കണ്ടോ, ഇത് വെച്ചിട്ട് പുട്ടുണ്ടാക്കാനോ കുറുക്കാനോ ഒക്കെ ടേസ്റ്റ് നോക്കാലോ വെച്ചിട്ട് വാങ്ങിച്ചതാണേ. ഇത് നമ്മൾ പറയണ പൂവപ്പൊടി, ഇതും വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല പൊടികളാണ്. അവരുടെ വീട്ടിൽ തന്നെ ഇത് നീറ്റാക്കി കഴുകി ഉണക്കി അവർ തന്നെ പൊടിച്ച്, അത്രയും നമുക്ക് ഗ്യാരണ്ടിയോട് കൂടി കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ വീടിൻ്റെ അടുത്തുണ്ട്, അവർക്കൊക്കെ ഇത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സംരംഭമല്ലേ, അവർ നല്ല സാധനങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവർ തരുമ്പോൾ നമുക്ക് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ വാങ്ങിക്കാം, നല്ലതല്ലെങ്കിൽ ആ സാധനം ഉപയോഗിക്കാതിരിക്കാം. പക്ഷെ നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത്, അത് യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ പിന്നെ വാങ്ങിക്കേണ്ട. പക്ഷെ ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ അവർ വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഓർഡർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിതൊക്കെ വാങ്ങിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുവന്ന് കേട്ടോ, ഒന്നും നമ്മൾ പോയി വാങ്ങിച്ചതല്ല. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീനില എന്ന് പറഞ്ഞിട്ട് ഇവരുടെ നമ്പർ ഉണ്ട്. നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ, നിങ്ങൾക്കത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, ഞാനിങ്ങനെ കൊടുക്കട്ടോ, കാണിച്ചു തരേ. ഇതാ ഇങ്ങനെയാണ് നമ്പർ വരുന്നത്. കോൾ എന്ന് പറഞ്ഞിട്ട് നമ്പർ കണ്ടോ 8075733275. ഈ നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ നമ്പറിൽ തന്നെ ഓർഡർ എടുക്കും. അപ്പം തന്നെ അവർ കൊണ്ടുവന്ന് തരികയും ചെയ്യും കേട്ടോ. അപ്പം തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴായാലും അവർ കൊണ്ടുവന്ന് തരും. ഇനി ആ ദൂരമുള്ള സ്ഥലത്തേക്കാണെങ്കിൽ കൊറിയർ സർവീസും അവരെ അവൈലബിൾ ആക്കി തരും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ അവരെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. 1 കിലോൻ്റെ ഒരു പൊടി വാങ്ങിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അധികം വാങ്ങിച്ചാൽ മതി. പക്ഷെ 1 കിലോ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.